ഏവർക്കും കണക്കുകളുടെ ലോകത്തേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ടുള്ള അടുത്തൊരു മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള വേറെ രണ്ട് മെത്തേഡുകൾ നമ്മൾ പഠിച്ചിരുന്നു. ഫാക്ടറൈസേഷൻ മെത്തേഡും അതോടൊപ്പം തന്നെ സോൾവിംഗ് ബൈ ക്വാഡ്രാറ്റിക് ഫോർമുലയും. അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. സോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എന്ന് പറയുന്ന മൂന്നാമത്തെ മെത്തേഡിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തുടർന്ന് ഇതുപോലത്തെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം വരുന്ന ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലൊക്കെ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. സോ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ബേസിക് ആയിട്ട് ആദ്യമേ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ കടക്കാം. എന്നിട്ട് ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് ഞാൻ ടിപ്സുകളൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാം കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് പാടാണ്, മറ്റേതാണ് എളുപ്പം, അപ്പോൾ ഇത് പഠിക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എനിക്ക് പറയാനായിട്ടുള്ളത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളോട് പ്രത്യേകമായിട്ട് തന്നെ മെൻഷൻ ചെയ്യുകയാണ്, സോൾവ് 6x² - x - 2 = 0 ബൈ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എന്ന് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ സോൾവ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു മാർക്ക് കിട്ടത്തുള്ളൂ. ബട്ട് അതിന് പകരം ജസ്റ്റ് നമ്മളോട് പറയാണ് സോൾവ് 6x² - x - 2 = 0 എന്ന് മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഒന്നെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. ഞാൻ പെയർ ഓഫ് ലീനിയർ ഇക്വേഷന്റെ ചാപ്റ്റർ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എലിമിനേഷൻ മെത്തേഡ് വഴി സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എലിമിനേഷൻ മെത്തേഡ് വഴി തന്നെ സോൾവ് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴി സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴി തന്നെ സോൾവ് ചെയ്യണം. ബട്ട് നമ്മളോട് ജസ്റ്റ് സോൾവ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഏതാണോ അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ സോൾവ് 6x² - x - 2 = 0 ബൈ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 6x² - x - 2 = 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ x² കോഎഫിഷ്യന്റിനെ 1 ആക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം എന്താ ചെയ്യേണ്ടത്, ഈ x² കോഎഫിഷ്യന്റ് 6 എന്നതിന് പകരം നമ്മൾ 1 ആക്കി എടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അറിയുമോ, ഈ ഒരു ഇക്വേഷനെ മൊത്തമായിട്ട് ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 6. ഓക്കെ, എന്താ ചെയ്യുന്നത്, ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 6. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 6. അങ്ങനെ 6 വെച്ച് ഡിവൈഡ് ചെയ്യാനുള്ള കാരണം എന്താ, ഈ x² കോഎഫിഷ്യന്റിനെ 1 ആക്കി എടുക്കണം. ഓക്കെ, അപ്പൊ ഏത് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ അതാണ് ആദ്യം ചെയ്യുന്നത്. ഏതാണോ ഇവിടെ കിടക്കുന്ന നമ്പർ, ആ നമ്പറിനെ കൊണ്ട് ഇക്വേഷനെ മൊത്തത്തിൽ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുമ്പോൾ 6x² ഡിവൈഡഡ് ബൈ 6 ചെയ്യും, -x ഡിവൈഡഡ് ബൈ 6 ചെയ്യും, -2 ഡിവൈഡഡ് ബൈ 6 = 0 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് എന്ത് തന്നെയാ, 0 തന്നെയാ. ഈ ഒരു 0നെ ഏതൊരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താലും നമുക്ക് 0 തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഞാൻ 0 എന്ന് തന്നെ എഴുതി. സോ അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എന്ത് കിട്ടും, ഈ ഒരു 6ഉം ഈ ഒരു 6ഓടെ ക്യാൻസൽ ആയി പോകും അല്ലെ. ബാക്കി ഇവിടെ എന്തായിരിക്കും, 1x² ആയിരിക്കും. ഓക്കെ, ബാക്കി എന്തുണ്ട്, -x/6 അതേപോലെ തന്നെ -x/6 -2/6നെ നമുക്ക് കട്ട് ചെയ്യാം. 2ന്റെ ടേബിളിൽ കട്ട് ചെയ്യുമ്പോൾ 1/3 ആയിട്ട് മാറും = 0. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ഇതിൽ നമ്മൾ ചെയ്യുന്നത്. സോ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഈ കോൺസ്റ്റന്റ് ബാറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാണ്. അതിപ്പോ ഇവിടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല, എന്തായാലും എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് അത് അപ്പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഞാൻ ഇത് ആദ്യമേ അങ്ങ് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാണ്, x² - x/6 = 1/3 ആയിട്ട് അത് മാറി. -1/3 എന്ന് പറയുന്ന അപ്പുറത്തേക്ക് പോയപ്പോൾ +1/3 ആയിട്ട് മാറി. ഇനിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ള സെക്ഷൻ വരുന്നത്. അതായത് ഇവിടെ ഈ LHS കിടക്കുന്ന x² - x/6 എന്ന് പറയുന്നതിന് പകരം ഇവിടെ നമുക്കൊരു സ്ക്വയർ ടേം ആയിട്ട് കാണിക്കണം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ x - 3 the whole square, x - 6 the whole square, അല്ലെങ്കിൽ x - a the whole square എന്നൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യത്തില്ലേ, ആ ഒരു ഫോർമാറ്റിലേക്ക് ഇതിനെ മാറ്റണം.
ഓക്കെ, അപ്പൊ അതെങ്ങനെ മാറ്റാം, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു മെത്തേഡിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടല്ലോ, ഓക്കെ, എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് നോക്കുക. അതായത് ഇവിടുത്തെ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? -1/6 ആണ് അല്ലെ, -1/6 ആണ്. ബട്ട് നിങ്ങൾ സൈൻ എടുക്കേണ്ട, എന്ത് മാത്രം എടുത്താൽ മതി? 1/6 എന്ന് മാത്രം എടുത്താൽ മതി. ഈ 1/6നെ ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. 1/6നെ ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫ്രാക്ഷൻ എങ്ങനെയാ മാറുന്നത്? ഡൗട്ട് വരാം. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, 1/6 ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? 1/6 ഇൻറ്റു 1/2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിവൈഡ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യിലേക്ക് മാറ്റണമെങ്കിൽ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയെന്ന്. is equal to എന്തെന്ന് കിട്ടും? 1/6 into 2 is 12 ആയിട്ട് മാറും. 1/12. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. 1/6/2 എന്നാണ്. അപ്പൊ ഈ ഒരു നമ്പറും ഈ ഒരു നമ്പറും കൂടെ ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ അത് 1/12 ആയിട്ട് മാറും. ഓക്കെ, ഇവിടെയാണ് തെറ്റാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. സോ സിമ്പിൾ ആയിട്ട് ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 1/6 ആണെന്ന് നമ്മൾ കണ്ടു. സൈൻ എടുക്കുന്നില്ല, 1/6 ആണ്. സോ ആ 1/6ന്റെ കൂട്ടത്തിൽ എന്തങ്ങ് ചെയ്താൽ മതി? ഒരു 1/2 അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ അതിന് പകരം വേറെ ഏത് നമ്പറും ആയിക്കോട്ടെ, 1/8 എന്നാണ് നമ്മൾ കിട്ടിയെങ്കിൽ ആ 1/8ന്റെ കൂട്ടത്തിൽ ഒരു 1/2 അങ്ങ് ചെയ്താൽ മതി. എന്താണോ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് കിടക്കുന്നത് വിത്തൗട്ട് സൈൻ ആണ് നമ്മൾ എടുക്കുന്നത്, ആ ഒരു നമ്പറിന്റെ കൂട്ടത്തിൽ ഒരു 1/2 മൾട്ടിപ്ലൈ ചെയ്തിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്തായി മാറും? ഇത് ഞാനൊരു എക്സാമ്പിൾ മാത്രം കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്താ, ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1/6 ഇൻറ്റു 1/2 എന്ന് പറയുന്നത് എന്തായിട്ട് എനിക്ക് മാറും? 1/12 ആയിട്ട് മാറും. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കും. സോ നമുക്ക് കിട്ടിയത് 1/12 ആണ്. ഇനി ആ 1/12നെ കൊണ്ട് എന്താ പ്രയോജനം എന്നായിരിക്കും നമ്മൾ അതിന് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, x² - x/6 എന്നുള്ളത് ഓൾറെഡി നമ്മളുടെ കയ്യിലുണ്ട്. ഇനി ഇവിടേക്ക് നമ്മളൊരു +1/12 the whole squareഉം -1/12 the whole squareഉം കൂടെ കൊടുക്കുക is equal to 1/3. എന്തിനാണ് ഇവിടെ രണ്ട് ടേം കൊടുക്കുന്നത്? ശരിക്കും നമ്മൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ 3 ടേംസിന്റെ ആവശ്യമേ നമുക്കുള്ളൂ. ഈ ഒരു ടേമിന്റെ ആവശ്യം ഇല്ല. കാരണം നോക്കിയാൽ എനിക്ക് ആ ഒരു ഫോമിലേക്ക് മാറ്റാൻ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, x - 1/12 the whole squareന്റെ എക്സ്പാൻഷനിലാണ് ഇത് കിടക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് a - b the whole square എന്ന രീതിയിൽ a² - 2ab + b² എന്നല്ലേ. അപ്പൊ ഇവിടെ എക്ക് പകരം x, ബിക്ക് പകരം 1/12 ആണ്. അപ്പൊ ഈ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്ന ഫോമിലല്ലേ ഈ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ എക്സിന്റെ സ്ക്വയർ x² -2ab എന്നാണ്. സോ 2 × a × b, അതായത് 2 × x × 1/12, അതായത് x/6 എന്ന് കിട്ടും. പ്ലസ് b² എന്ന് പറയുമ്പോൾ 1/12 the whole square. അപ്പൊ ഈ ഒരു 3 ടേംസ് മതി. ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ എനിക്ക് x - 1/12 the whole square എന്ന രീതിയിലേക്ക് മാറും. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, അങ്ങനെയുള്ളൊരു സ്ക്വയർ ടേം ആയിട്ടാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പൊ ഇത്രയും ഒരു 3 ടേംസിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ -1/12 the whole square റൂട്ട് കൊടുത്തത്? അതിന് കാരണം നമുക്കൊരു ഇക്വേഷൻ തന്നു കഴിഞ്ഞിട്ട് ആ ഇക്വേഷനിലേക്ക് നമുക്ക് വേണ്ട ഒറ്റ ടേമിനെ മാത്രമായിട്ട് ആഡ് ചെയ്യാനായിട്ടോ സബ്ട്രാക്ട് ചെയ്യാനായിട്ടോ പറ്റില്ല. കാരണം ആ ഒരു ഇക്വേഷനിൽ വാല്യൂവിന് ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ +1/12 the whole square നമ്മൾ ആഡ് ചെയ്തു എങ്കിൽ അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ഒറ്റ നോട്ടത്തിൽ നോക്കി ഇത് തമ്മിൽ ക്യാൻസൽ ആയി പോകും. അവിടെ പ്രത്യേകിച്ച് ഒരു വാല്യൂവിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. കാരണം ഒരേ ടേം തന്നെ ആഡ് ചെയ്തു, ഒരേ ടേം തന്നെ സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ ഏതൊരു നമ്പർ കൊടുത്താലും അതിന്റെ പ്ലസ് സൈനും മൈനസ് സൈനും കൊടുക്കാനായിട്ട് മറന്നുപോയത്. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ LCM ഒക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, ഡിനോമിനേറ്ററിൽ നമ്മളൊരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്ന സെയിം നമ്പറിനെ കൊണ്ട് തന്നെ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യില്ലേ? എന്തിനു വേണ്ടിയിട്ടാ? വാല്യൂവിന് ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഉള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്തു? എക്സിന്റെ കോഎഫിഷ്യന്റ് എടുത്തു, കോഎഫിഷ്യന്റിന്റെ കൂട്ടത്തിൽ ഒരു 1/2 മൾട്ടിപ്ലൈ ചെയ്തു. ആ കിട്ടിയതിനെ പ്ലസും ചെയ്യുന്നു മൈനസും ചെയ്യുന്നു. ജസ്റ്റ് ചെയ്തിരുന്നാൽ മാത്രം പോരാ, അതിന്റെ സ്ക്വയറും കൂടെ എടുത്തിരിക്കണം. ഓക്കെ, 1/12 the whole സ്ക്വയറിനെ പ്ലസ് ചെയ്തു, 1/12 the whole സ്ക്വയറിനെ മൈനസും ചെയ്തു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു 3 ടേംസിനെ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കമ്പൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അതായത് x² - x/6 + 1/12 the whole square എന്ന് പറയുന്നത് എന്തിന്റെ എക്സ്പാൻഷൻ ആണ്? x - 1/12 the whole squareന്റെ എക്സ്പാൻഷൻ ആണ് ഈ പറയുന്ന 3 ടേംസ് എന്ന് പറയുന്നത്.
ഓക്കെ, എക്സ് മൈനസ് 1/12 ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ് ഈ പറയുന്ന 3 ടേംസ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. ബാക്കി ഇനി ഇവിടെ എന്തുണ്ട്? 1/12 ദ ഹോൾ സ്ക്വയർ ഉണ്ട്, അതൊരു കോൺസ്റ്റന്റ്. അത് നമുക്ക് അപ്പുറത്തേക്ക് 1/3യുടെ ഒപ്പം കൊണ്ടുപോകാം. അത് എന്നിട്ട് അവിടെ ചെന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇസ് ഈക്വൽ ടു 1/3 ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ മൈനസ് 1/12 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 1/12 ദ ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ച് അധികം കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ളത് പോലെ തോന്നും, ബട്ട് എളുപ്പമാണ്. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റനോട് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ അധികം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഏകദേശം അടുക്കാറായിട്ടുണ്ട് നമ്മുടെ ആൻസറിലേക്ക്. സോ എക്സ് മൈനസ് 1/12 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/3 പ്ലസ് 1/12 ദ ഹോൾ സ്ക്വയർ എന്ന രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ തൽക്കാലം ഈ LHS നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. പകരം നമ്മൾ ഈ RHS ഒന്ന് സോൾവ് ഒക്കെ ചെയ്ത് ഇതിനെ ഒന്ന് സ്ക്വയർ ഒക്കെ ഒന്ന് എടുത്ത് LCM ഒക്കെ ഒന്ന് എടുത്ത് സോൾവ് ചെയ്യാനായിട്ട് പോവുകയാണ് വന്ന് നിൽക്കുന്നത്. നോക്കി, എക്സ് മൈനസ് 1/12 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/3 പ്ലസ് 1/12 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഞാൻ ഇനി പറഞ്ഞ പോലെ LHS ഒന്നും ചെയ്യുന്നില്ല. RHS ഞാൻ എങ്ങനെ മാറ്റാൻ പോവാണ്? സോ LHS ചെയ്യാത്ത ഞാൻ അതേപോലെ തന്നെ ഇടുകയാണ്. എക്സ് മൈനസ് 1/12 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/3 പ്ലസ് 1/12 ദ ഹോൾ സ്ക്വയർ എന്നാണ്. സോ അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് അതിനെ 1/3 പ്ലസ് ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 1/12 ഇൻറ്റു 1/12 എന്ന. ഓക്കെ, അല്ലെങ്കിൽ 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1, 12ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? 144. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ 1 ഇൻറ്റു 1 1, 12 ഇൻറ്റു 12 144 എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എങ്ങനെ മാറ്റാം? ഒരിടത്ത് 3 ആണ്, ഒരിടത്ത് 144 ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് അത് ചേഞ്ച് ചെയ്യാനായിട്ട് എനിക്ക് LCM എടുക്കണം. LCM എടുക്കാനായിട്ട് ഞാൻ എന്താ upon 144 എടുത്തു. സോ ഇവിടെ 3 ആണ്, 3നെയും കൂടെ എനിക്ക് 144ലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഇൻറ്റു 48 ആണ് എനിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, 3 ഇൻറ്റു 48 ആണ് 144. അപ്പൊ താഴെ മാത്രം ചെയ്താൽ പോരാ, മുകളിലും ഇൻറ്റു 48 ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 3 ഇൻറ്റു 48 144 കോമൺ ആയിട്ട് നമ്മൾ എടുത്തിരുന്നു. 1 ഇൻറ്റു 48 എന്ന് പറയുന്നത് 48 ആയിട്ട് മാറും. പ്ലസ് ഇവിടെ ഒരു 1 ആണ്. ഓക്കെ, സാധാരണ LCM എടുക്കുന്ന പോലെ തന്നെ ഉള്ളൂ, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് എന്ത് കിട്ടി? എക്സ് മൈനസ് 1/12 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 48 പ്ലസ് 1/144 എന്ന് പറയുന്നത് എക്സ് മൈനസ് 1/12 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 49/144 ആണ്. ഇത്രയും നമ്മൾ എത്തി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഈ ഒരു സ്റ്റെപ്പ് എഴുതാം. അപ്പൊ ഈ LHS ഈ ഒരു പോർഷൻ ലെഫ്റ്റ് സൈഡിൽ ചെയ്ത് നോക്കിയിരുന്നാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 2 സ്റ്റെപ്സ് കുറച്ച് എഴുതിയിരുന്നാൽ മതി, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓക്കെ, എനിവേ നമുക്ക് ഫൈനലി ഇങ്ങനെ ആൻസർ കിട്ടി. എക്സ് മൈനസ് 1/12 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 49/144. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ LHS സൈഡ് അങ്ങനെ കിടന്നോട്ടെ, എക്സ് മൈനസ് 12 ദ ഹോൾ സ്ക്വയർ എന്ന്, വിച്ച് ഈസ് ഈക്വൽ ടു ഈ പറയുന്ന 49 ഡിവൈഡഡ് ബൈ 144നെ ഏതെങ്കിലും നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കണം. ഓക്കെ, അതായത് 49 എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു നമ്പറിന്റെ സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ 144 എന്ന് പറയുന്ന ഏതെങ്കിലും നമ്പറിന്റെ സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, സോ 49 എന്ന് പറയുന്ന ഏതെങ്കിലും നമ്പറിന്റെ സ്ക്വയർ ആണോ? ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്? 7ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ജസ്റ്റ് 7 എഴുതിയാൽ പോരാ, ശ്രദ്ധിക്കണം, പ്ലസ് ഓർ മൈനസ് 7 എന്ന് പറയണം. അതായത് ഒന്ന് നോക്കിയേ, +7 ഇൻറ്റു +7 എന്ന് എഴുതിയാലും എനിക്ക് എന്ത് കിട്ടും? 49 എന്ന് കിട്ടും. -7 ഇൻറ്റു -7 എന്ന് എഴുതിയാലും എനിക്ക് എന്ത് തന്നെ കിട്ടും? 49 എന്ന് കിട്ടും, അല്ലെ? പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ് ആകും, മൈനസ് ഇൻറ്റു മൈനസും പ്ലസ് സൈന, പ്ലസ് 49 തന്നെ കിട്ടുന്നത്. അപ്പൊ അത് മറന്നു പോകരുത്. ഓക്കെ, ഇവിടെ സൈൻ ഇടുന്ന സമയത്ത് ആലോചിക്കുക, പ്ലസ് ഓർ മൈനസ് 7 എന്ന് എഴുതാനായിട്ട് മറന്നു പോകരുത്. അപ്പൊ അവിടെ 7 ആണ് ഡിവൈഡഡ് ബൈ 144 എന്ന് പറയുന്ന ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്? അവിടെയും പ്ലസ് ഓർ മൈനസ് 12 എന്നാണ് വരുന്നത്. ഓക്കെ, ഓൾറെഡി ഒരു പ്ലസ് ഓർ മൈനസ് ഇട്ടേക്കുന്നതുകൊണ്ട് വീണ്ടും അത് എടുത്ത് എഴുതണ്ട. അപ്പൊ ഇതിന്റെ സ്ക്വയർ ആയിട്ട് നമുക്ക് എന്തിനെ റെപ്രസെന്റ് ചെയ്യാം? 49 ഡിവൈഡഡ് ബൈ 144നെ കാണിക്കാം. അതായത് +7/12 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതും 49/144 ആണ്. -7/12 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 49/144 ആണ്.
ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് സ്ക്വയർ ടേംസ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഈ സ്ക്വയറിനെ മാറ്റാനായിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനെ മൊത്തമായിട്ട് സ്ക്വയർ റൂട്ട് എടുക്കാൻ പോവാണ്. ഓക്കെ, LHSന്റെയും സ്ക്വയർ റൂട്ട് എടുക്കും, RHSന്റെയും സ്ക്വയർ റൂട്ട് എടുക്കും. അത് നമുക്ക് കാരണം അറിയാം, ബിക്കോസ് ഏതൊരു ഓപ്പറേഷനും ഒരു ഇക്വേഷനിലേക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഇക്വേഷനെ മൊത്തമായിട്ട് വേണം നമുക്ക് ആ ഒരു ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തയായിട്ട് ചെയ്യാൻ പോകുന്നത് ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്. ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്. സൈഡിലും നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എക്സ് മൈനസ് 1/12 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്തായിട്ട് മാറും? അത് എക്സ് മൈനസ് 1/12 ആയിട്ട് മാറും. ഓക്കെ, അതേപോലെ തന്നെ പ്ലസ് ഓർ മൈനസ് 7/12 ദ ഹോൾ സ്ക്വയർ എന്നുള്ളത് എങ്ങനെ മാറും? സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് 7/12 ആയിട്ട് മാറും. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. സോ ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്? എക്സ് മൈനസ് 1/12 ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 7/12 എന്നാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് തരുന്ന ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ അകത്ത് ആ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂവിനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് ഇതിൽ നിന്ന് തന്നെ ഈ ഒരു -12 അപ്പുറത്തേക്ക് പോവുകയാണോ എന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുലയിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ പ്ലസ് ഓർ മൈനസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് കേസുകളായിട്ട് ഇത് സ്പ്ലിറ്റ് ആവും. ഓക്കെ, ആ ഒരു കാര്യം ആലോചിക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് എക്സിന്റെ രണ്ട് വാല്യൂസ് കിട്ടും. സോ അതാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്, എക്സ് മൈനസ് 12 ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 7/12 എന്ന്. ഓക്കെ, അടുത്തയായിട്ട് ഇത് രണ്ട് കേസ് ആയിട്ട് മാറും. എക്സ് മൈനസ് 12 ഇസ് ഈക്വൽ ടു പ്ലസ് 7/12 ആകും. അതോടൊപ്പം തന്നെ എക്സ് മൈനസ് 12 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആകാം? മൈനസ് 7/12നോടും ഈക്വൽ ആകാം. ഇനി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എക്സിന്റെ രണ്ട് വാല്യൂസിനെ സോൾവ് ചെയ്തെടുക്കാം. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്താകും? എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്തുണ്ട്? 7/12 ഉണ്ട്. ഈ മൈനസ് 1/12 അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 1/12 ആയിട്ട് മാറും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് മാറും? എക്സ് ഇസ് ഈക്വൽ ടു രണ്ടിടത്തും 12 ആയതുകൊണ്ട് അപ്പോൺ 12 കൊടുക്കാം. മുകളിൽ 7 + 1 ആയിരിക്കും. സോ അടുത്ത സ്റ്റെപ്പിൽ എക്സ് ഇസ് ഈക്വൽ ടു 8/12. അപ്പൊ 8നെയും 12നെയും 4ന്റെ ടേബിളിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ എക്സ് ഇസ് ഈക്വൽ ടു 2/3 എന്നുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? സോ അടുത്ത കേസിൽ എന്തായിട്ട് മാറും? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 7/12 ഇവിടെ ഉണ്ട്. മൈനസ് ഇവിടെ 2 അല്ല 12 ആണ്, ഞാൻ എഴുതിയപ്പോൾ തെറ്റിയതാണ്. സോ -12 എന്നാണ്. -12 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് 1/12 ആയിട്ട് മാറും. സോ അടുത്ത സ്റ്റെപ്പിൽ ഇത് -7 + 1/12 എന്ന് എഴുതാം. സോ നോക്കിയേ, -7 + 1 ഡിഫറെന്റ് ആയിട്ടുള്ള സൈൻ ആണ്. സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയതിന്റെ സൈൻ വേണം കൊടുക്കാനായിട്ട്. അപ്പൊ നോക്കി, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. വലിയത് 7 ആണ്. 7ന്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് അവിടെ നെഗറ്റീവ് വരും. ഡിവൈഡഡ് ബൈ 12 ഇസ് ഈക്വൽ ടു 6നെയും 12നെയും കൂടെ 6ന്റെ ടേബിൾ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. സോ -1/2 എന്ന് കിട്ടും. സോ therefore നമുക്ക് എന്ത് കിട്ടി? therefore the roots are 2/3 and -1/2 എന്ന് കിട്ടും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഉള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാല്യൂസ് നമ്മുടെ ആ ഒരു ഇക്വേഷനിലേക്ക്, ഏതാ 6x² - x - 2 = 0 എന്ന് പറയുന്ന ഇക്വേഷനിൽ 6x² - x - 2 എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനിലേക്ക് 2/3 ഇട്ട് കൊടുക്കുമ്പോൾ =0 തന്നെയാണോ കിട്ടുന്നതെന്ന് നോക്കുക. അതേപോലെ തന്നെ 6x² - x - 2 എന്നതിലേക്ക് എക്സിന് പകരം -1/2 ഇട്ട് കൊടുക്കുമ്പോൾ =0 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ബട്ട് ചെക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം നമ്മൾ ശ്രദ്ധയോടെയാണ് ചെയ്യുന്നതെങ്കിൽ ഫൈനൽ ഉത്തരം കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. എങ്കിലും ലാസ്റ്റിൽ ടൈം ഉണ്ടോ എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം മാർക്ക് പോകുന്നതിലും നല്ലതാണല്ലോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് സിമ്പിൾ ആണ് ഈ മെത്തേഡ്, ബട്ട് സ്റ്റിൽ ഇത് കുറച്ച് പേർക്ക് പേടിയുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ ഫാക്ടറൈസേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഫോർമുല യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ പറയുന്ന 6x² - x - 2 = 2 എന്ന് പറയുന്ന ഇക്വേഷനെ തന്നെ ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി ചെയ്താലും ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്ത് ചെയ്താലും ഇതേ റൂട്ട്സ് തന്നെയാണ് കിട്ടുന്നത്, മാറ്റമൊന്നുമില്ല. ബട്ട് ആ ഒരു റൂട്ടിലേക്ക് എത്താനായിട്ട് 3 ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ഇതേ സെയിം പാറ്റേണിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും.
സോ നെക്സ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നോക്കി 3x² - 2√6x + 2 = 0. ഓക്കെ, ഇവിടെ ഒരു √6 എന്ന് പറഞ്ഞിരിക്കുന്ന ടേം വന്നിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട. അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ 3x² ആണ് വന്നിരിക്കുന്നത്. നമുക്കതിനെ 1x² ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, x²ന്റെ കോഎഫിഷ്യന്റ് 3 ആയതുകൊണ്ട് ഈ ഒരു ഇക്വേഷനെ മൊത്തമായിട്ട് 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ dividing throughout by 3 നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 3x² ഡിവൈഡഡ് ബൈ 3 അല്ലെ, അതേപോലെ -2√6x ഡിവൈഡഡ് ബൈ 3 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 = 0. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഇനി അടുത്ത സ്റ്റെപ്പിൽ x²ന്റെ കോഎഫിഷ്യന്റ് 3 ഡിവൈഡഡ് ബൈ 3 എന്നാണ്, അത് ക്യാൻസൽ ആയി പോയി 1x² എന്ന് കിട്ടിക്കോളൂ. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം, x² - 2√6x ബൈ 3 എന്നാണ് കിട്ടുന്നത്. ഈ പ്ലസ് 2/3 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്, -2/3 എന്ന് എഴുതാം. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് ഇപ്പൊ തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ വീണ്ടും പറയാണ്, ചെയ്തു വരുമ്പോൾ ലാസ്റ്റിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് നോക്കുക, ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് ഏതാണെന്ന് നോക്കുക. -2√6/3 ആണ്. സോ മൈനസ് എടുക്കണ്ട, നമ്മൾ പകരം എന്താ എടുക്കുന്നത്, 2√6/3 ആണ്. ഓക്കെ, ആ ഒരു നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് എന്ത് മാത്രം ചെയ്താൽ മതി, ഒരു × 1/2 ചെയ്തിരുന്നാൽ മതി. ഓക്കെ, സോ സാധാരണ നമ്മൾ പറയുന്നത് ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക, അതിന്റെ ഹാഫ് എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനാണ് എന്നൊക്കെ പറയുന്നു. സെയിം കാര്യം തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളൂ, 2√6/3 × 1/2. അപ്പൊ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക, വിത്തൗട്ട് സൈൻ ആണ്, സൈൻ എടുക്കണ്ട. ആ ഒരു കോഎഫിഷ്യന്റ് മാത്രമായിട്ട് എടുക്കുക, ആ ഒരു കോഎഫിഷ്യന്റ് എന്താണോ അതിനെ × 1/2 ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് കിട്ടും, അടുത്ത സ്റ്റെപ്പിൽ 2ഉം 2ഉം ക്യാൻസൽ ആകും. ആൻഡ് ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് √6/3 എന്ന് കിട്ടും. ഇനി ഈ √6/3യുടെ സ്ക്വയർ എടുത്തിട്ട് വേണം സമ്മ് ചെയ്യാനായിട്ട്, സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എങ്ങനെ എഴുതും, x² - 2√6x/3 plus √6/3 the whole square minus √6/3 the whole square is equal to -2/3. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ ഒരു ഡൗട്ട് വരാം, ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ ആദ്യം എഴുതുന്നതെന്ന്. പ്ലസ് തന്നെ എഴുതണം, കാരണം ഇത് ഞാൻ പറയാം. നോക്കിയേ, a - b the whole square എന്ന് പറഞ്ഞാൽ എങ്ങനെയാ എക്സ്പാൻഡ് ചെയ്യുന്നത്, a² - 2ab plus b² ആണല്ലോ. ഇനി a + b the whole square എങ്ങനെയാ എക്സ്പാൻഡ് ചെയ്യുന്നത്, a² + 2ab + b². കണ്ടോ, രണ്ട് കേസിലായാലും +b² ആണ്, +b² ആണ്. കണ്ടോ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ 3 ടേംസുകൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷന്റെ ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ +√6/3 the whole square എന്നത് തന്നെ ആദ്യം എഴുതുന്നു. അപ്പൊ അത് ജസ്റ്റ് ഞാനൊന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ -√6/3 the whole square കൂടി നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അതോടൊപ്പം തന്നെ ഈ ഒരു 3 ടേംസിനെ കമ്പൈൻ ചെയ്യാം. അപ്പൊ നോക്കിയേ, ഇവിടെ x² - 2√6/3x plus √6/3 the whole square എന്നുള്ളതിനെ ഈ ഒരു 3 ടേംസിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കമ്പൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ കിട്ടും, x മൈനസ്. അപ്പൊ ഒരു ഡൗട്ട് വരാം, ഇനി ഇവിടെ മൈനസ് ആണോ പ്ലസ് ആണോ കൊടുക്കേണ്ടത്, അവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ മൈനസ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി, 3x² - 2√6x + 2 എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉറപ്പായിട്ടും മൈനസ് ആയിരിക്കും വരുന്നത്. ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്, a² - 2ab + b² എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പൊ അത് പ്ലസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് ഇവിടെ എന്ത് എഴുതും, x+ എന്ന് ഇടും. ഇവിടെ മൈനസ് ആയതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, x - √6/3 the whole square is equal to -2/3 അവിടെ ഉണ്ട്, -√6/3 the whole square അപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും, +√6/3 the whole square ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ, ഈ LHS അങ്ങനെ തന്നെ കിടന്നോട്ടെ, RHSനെയാണ് നമ്മൾ ഇനി സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ x - √6/3 the whole square എന്നുള്ളത് അവിടെ കിടന്നോട്ടെ. ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് എന്തായിട്ട് മാറും, -2/3 അവിടെ ഉണ്ട്. √6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 6 ആണ്, ഡിവൈഡഡ് ബൈ 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്
9 ആണ്. സിമ്പിൾ ആയിട്ടുള്ള ടേംസ് ആണ്, നമ്മൾ ജസ്റ്റ് LCM എടുത്തിരുന്നാൽ മതി. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് കിട്ടും? x മൈനസ് √6/3 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു അപ്പോൾ 9 ആകും. സോ ഇവിടെ 3നെ 9 ആക്കാനായിട്ട് × 3 ചെയ്യുക, മുകളിലും × 3 ചെയ്യണം. ഓക്കെ, അപ്പൊ അതെന്തായിട്ട് മാറും? -6 + 6 ആയിട്ട് മാറും. -2 × 3 ഇസ് -6, പിന്നെ ഒരു +6 അവിടെ ഉണ്ട്, ഡിവൈഡഡ് ബൈ 9. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ അതെന്താവും? x മൈനസ് √6/3 ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു, ഒന്ന് ശ്രദ്ധിച്ചേ, -6 + 6 എന്ന് പറയുന്നത് എന്താ? 0 ആകത്തില്ലേ അല്ലെ? സെയിം നമ്പേഴ്സ് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സൈൻ ആഡ് ചെയ്യാണ്. അപ്പൊ 6 -6 + 6, സോ -6 + 6 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ 0 ഡിവൈഡഡ് ബൈ 9 വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് തന്നെയാണ് വരുന്നത് അല്ലേ? 0 ഡിവൈഡഡ് ബൈ 9 ഇസ് ഈക്വൽ ടു 0. സ്റ്റെപ്പ് കുറച്ചു എന്നുള്ളതേ ഉള്ളൂ. -6 + 6 എന്ന് പറയുന്നത് 0 ആണ്. സോ 0 ഡിവൈഡഡ് ബൈ 9 ദാറ്റ് ഇസ് 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ? x മൈനസ് √6/3 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എഴുതാം എന്താ? x മൈനസ് √6/3 ഈക്വൽ ടു 0 ആണ്. x² ഇസ് ഈക്വൽ ടു 0 ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും x എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. അതേ കേസ് തന്നെയാണ് x മൈനസ് √6/3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ആണെങ്കിൽ x മൈനസ് √6/3 ഈക്വൽ ടു 0 ആയിരിക്കും. ഇവിടെ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? x ഇസ് ഈക്വൽ ടു മൈനസ് √6/3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +√6/3 എന്ന് വരും. അപ്പൊ ഒറ്റ വാല്യൂ മാത്രമേ കിട്ടിയുള്ളൂ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ 2 റൂട്ട്സ് ഉണ്ട്, പക്ഷെ ആ 2 റൂട്ട്സും ഈക്വൽ റൂട്ട്സുകളാണ്. ഓക്കെ, ഇവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? therefore the roots are എന്താ? roots are √6/3 and √6/3. സെയിം ആയിട്ടുള്ള 2 റൂട്ട്സുകളായിരിക്കും കിട്ടുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു മെത്തേഡിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായി, യൂസ്ഫുൾ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പ്സിലേക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അവർക്കും ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡൗട്ട്സും സജഷൻസും ഒക്കെ തന്നെ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. സോ അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ടും തുടർന്ന് ഇതുപോലത്തെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഒപ്പം വരുന്ന ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. എങ്കിൽ മാത്രമേ ഇനി ഞാൻ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.